നമുക്ക് സിമ്പിളായിട്ടൊരു വുഡിൻ്റെ ഡിസൈൻ വരയ്ക്കാൻ എനാമൽ പെയിൻറ്റ്, അതുപോലെ കളറുകൾ വ്യത്യാസം വരുത്താനായിട്ട് റെഡ്, ബ്ലാക്ക്, പിന്നെ ബ്രൗൺ ആണെങ്കിൽ ബ്രൗൺ അല്ലെങ്കിൽ ഗോൾഡൻ ബ്രൗണ്, പിന്നെ ഈ ഒരു ടർപ്പൻ്റ് എനാമൽ ടർപ്പൻ്റെയിനാണ് ഇത് ഉപയോഗിച്ചിട്ട്. പിന്നെ നമുക്കൊരു 2 ഇഞ്ച് ബ്രഷ്, ഈ ഒരു ബ്രഷ് കൊണ്ട് നമ്മളൊരു വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്കെച്ച് സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ഇട്ട് കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ പല പെയിൻറ്റുകളുടെയും കളറുകൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആ ഒരു കളറ് നമുക്ക് വുഡിൻ്റെ കളറിലോട്ട് മാച്ച് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു കളറുമായിട്ട് നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളറിലോട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 2 ഇഞ്ച് കൊണ്ട് ഇങ്ങനെ ഒരു ഔട്ടർ ലൈൻ കൊടുക്കുന്നത്. എന്നിട്ട് അതിനുള്ളിൽ നമ്മളൊരു ചെറിയ ഫ്ലാറ്റ് ബ്രഷിൽ ഉപയോഗിച്ചിട്ട് കുറച്ച് ഡാർക്ക്, നമ്മൾ അടിച്ചതിൻ്റെ സ്വല്പം ഡാർക്കുള്ള കളർ കൊണ്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു വുഡിൻ്റെ നല്ലൊരു കളർ കിട്ടും. നമ്മൾ ആ ഡാർക്ക് ആക്കാതെ ആ കലക്കി എടുക്കുന്ന പെയിൻറ്റ് കൊണ്ട് തന്നെ വരച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഒരു വേറെ കളറിലോട്ടായിരിക്കും ചിലപ്പോൾ പോവുക. നമ്മൾ കുറച്ച് ഡാർക്ക് കൊണ്ട് വരയ്ക്കുന്നതാണ് എപ്പോഴും നമ്മൾ ഈ ഒരു ഷെയ്ഡ് കൊടുക്കുന്ന കളറിനേക്കാളും നല്ലത്. അതല്ലെങ്കിൽ ആ ഒരു കളറിന് വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഡാർക്ക് ഉണ്ടെങ്കിൽ ഒരു നാച്ചുറൽ വുഡിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഡിസൈനുകൾ കൊടുക്കുക. അല്ലാതെ ഒരാൾ കാണിച്ചു തരുന്ന ഡിസൈനൊന്നും നമ്മൾ കൊടുക്കണ്ട. നമുക്കറിയുന്ന ഡിസൈൻ നമ്മളിതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും വുഡിൻ്റെ ഡിസൈനൊക്കെ. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുന്നതും അതുപോലെ തന്നെയാണ്. ലൈറ്റ് കളർ കൊണ്ടൊരു സ്കെച്ച് കൊടുത്തു, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡാർക്ക് കളർ കൊണ്ട് ഒരു ലൈൻസ് കൊടുത്തിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് കൊണ്ട് നമ്മൾ പതുക്കെ തട്ടി ഇങ്ങനെ വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് അതിനാ ഒരു മരത്തിൻ്റെ ആരുകൾ പോലെയുള്ള ഡിസൈൻസൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആരുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫ്ലാറ്റ് ബ്രഷിൽ പതുക്കെ ആ ആരുകൾ നമുക്ക് അവിടെ വരച്ചു കൊടുക്കാനായിട്ട് പറ്റും. ചെറിയ ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് വര തീർക്കണമെന്നുണ്ടെങ്കിൽ വലിയ ബ്രഷുകൾ കൊണ്ടൊക്കെ ഇതുപോലെ സൈഡിലൊക്കെ ലൈൻ കൊടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാനും എളുപ്പം. കാരണം ചില സ്ഥലങ്ങളിൽ അത്ര ഫിനിഷിങ് വേണമെന്നുണ്ടാവില്ല. ഒന്ന് സിമ്പിളായിട്ട് ഒരു കളർ കയറി കിടന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ ബ്രഷ് കൊണ്ട് വരയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ വർക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് തീർന്നു കിട്ടും. അപ്പോൾ വർക്കുകൾ ചെയ്യുമ്പോൾ പല സ്ഥലത്തും പല രീതിയിൽ നമ്മൾ ചെയ്യേണ്ടി വരും. നമുക്ക് എപ്പോഴും ഓരോ ബ്രഷ് എടുത്ത് ഇങ്ങനെ പതുക്കെ പതുക്കി ഇരുന്ന് വരച്ചെടുക്കാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു മെത്തേഡൊക്കെ നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. അല്ലാതെ ഒരു രീതി മാത്രം നമ്മൾ വർക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിപ്പോൾ രണ്ടും ഗ്രെയിൻസ് കിടക്കുന്നുണ്ടെങ്കിലും ഒരു പലക പോലെയുള്ള ഫീലിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു 2 പലക പോലെയുള്ള ഫീലാക്കണം. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് ഉണങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കാണാം ഈ ഒരു ആര് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വുഡിൻ്റെ ആ ഒരു ഡിസൈനിന് ആര് കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ ആര് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് ഉണക്കാവാത്തതുകൊണ്ട് നമുക്കിതിൽ ടാപ്പ് ഒട്ടിച്ചിട്ട് ഇതിനെ 2 പലകയാക്കിയിട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് വരയ്ക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ ടാപ്പ് ഒട്ടിച്ചിട്ടൊക്കെ അങ്ങനെ 2 പലകയുടെ ഷേപ്പൊക്കെ എടുത്ത് ചെയ്യാം. പക്ഷേ നമുക്കിപ്പോൾ അവിടെ ടാപ്പ് ഒട്ടിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ടാപ്പ് ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് ഡ്രൈ ആവുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വല്ല കുട്ടി ബ്ലേഡോ അതല്ലെങ്കിൽ വല്ല സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പെയിൻറ്റ്, ലൂസായ പെയിൻറ്റ് കൊണ്ട് ഒരിക്കലും ഈ ഒരു ഡാർക്ക് കളർ എടുത്തിട്ട് ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് അത് ഒലിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടിയുള്ള പെയിൻറ്റ് എടുത്തിട്ട് ഇവിടെ ഇതുപോലെ അടിച്ചു കൊടുത്ത് ഒരു ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് കൊണ്ട് പതുക്കെ വാഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് 2 പലക പോലെയുള്ള ആ ഒരു ഫീല് അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ കുറച്ച് ഡാർക്ക് കളർ അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ് കളർ കൊടുക്കുക. അപ്പോൾ 2 പലക പോലെയുള്ള ഫീലായിട്ട് അടിപൊളിയായിട്ട് നമുക്കൊരു നാച്ചുറൽ വുഡിൻ്റെ ഫീലിലൊക്കെ ചെയ്യാൻ പറ്റും.